റഷ്യ യുക്രൈൻ യുദ്ധം മുമ്പെങ്ങുമില്ലാത്ത വിധം അതിരൂക്ഷമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സമീപ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം നടത്തിയ ആക്രമണങ്ങൾ മേഖലയിലെ വ്യോമാക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ സൈനിക, വ്യവസായ, സിവിലിയൻ ലക്ഷ്യങ്ങൾ ഭേദിച്ചുകൊണ്ട് ഇരുപക്ഷവും തിരിച്ചടികൾ ശക്തമാക്കിയതോടെ യുദ്ധമുഖം കൂടുതൽ സങ്കീർണമായി തീർന്നിരിക്കുന്നു. യുക്രൈനിലെ വ്യവസായിക കേന്ദ്രങ്ങളെയും തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് റഷ്യൻ സേന അതിശക്തമായ ആക്രമണങ്ങളാണ് അയച്ചുവിട്ടിട്ടുള്ളത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് യുക്രൈന്റെ സാമ്പത്തിക ശേഷിയും സൈനിക നവീകരണ പ്രവർത്തനങ്ങളെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഡ്രോൺ മിസൈൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. ഒഡേസ മേഖലയോട് ചേർന്നുള്ള കടൽ മാർഗങ്ങളിലെ 4 ചരക്ക് കപ്പലുകൾക്ക് നേരെ റഷ്യൻ സൈന്യം നേരിട്ട് ആക്രമണം നടത്തി. അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപ്രധാനമായ ഈ കപ്പലുകൾ ലക്ഷ്യമിട്ടത് യുക്രൈന്റെ സമുദ്രമാർഗമുള്ള വ്യാപാര നീക്കങ്ങൾക്കും അന്താരാഷ്ട്ര വിതരണ ശൃംഖലകൾക്കും വൻ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇതിനു പുറമെ യുക്രൈൻ സൈന്യത്തിന്റെ തകരാറായ ആയുധങ്ങളും വാഹനങ്ങളും നന്നാക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രധാന സൈനിക അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങളും റഷ്യൻ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു. മുന്നണി പോരാട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന സൈനിക സാമഗ്രികളുടെ പുനരുപയോഗം തടയുക എന്ന തന്ത്രപരമായ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഒഡേസയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ചോർണോമോക്സ് ഓട്ടോമേറ്റീവ് കോമ്പോണന്റ് പ്ലാന്റിന് നേരെയും റഷ്യൻ മിസൈലുകൾ പതിച്ചു. യുക്രൈന്റെ വാഹന നിർമ്മാണ മേഖലയ്ക്കും വ്യവസായ ശൃംഖലയ്ക്കും നിർണായക സംഭാവന നൽകുന്ന ഈ പ്രധാന കേന്ദ്രത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ സിവിലിയൻ മേഖലയിലും വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. യുക്രൈന്റെ തെക്കൻ മേഖലയായ ഒഡേസ എപ്പോഴും റഷ്യൻ സൈനിക തന്ത്രങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ധാന്യ കയറ്റുമതിയും മറ്റ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും നടക്കുന്ന ഈ സമുദ്ര മേഖലയെ നിശ്ചലമാക്കുന്നത് യുക്രൈന്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇത്തരം ആക്രമണങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. അതേസമയം റഷ്യയുടെ ഉള്ളിലേക്ക് ഡ്രോണുകൾ അയച്ചുകൊണ്ട് യുക്രൈനും ശക്തമായ തിരിച്ചടിയാണ് നൽകുന്നത്. റഷ്യൻ പ്രദേശങ്ങളിലെ തന്ത്രപ്രധാനമായ വാർഹൗസുകൾ, സംഭരണശാലകൾ, വിതരണ ശൃംഖലകൾ എന്നിവ ലക്ഷ്യമിട്ട് യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യക്കുള്ളിൽ വലിയ പരിഭ്രാന്തി വിതച്ചിട്ടുണ്ട്. റഷ്യയിലെ പ്രമുഖ ഇ കോമേഴ്സ് ശൃംഖലയായ ബിൽഡ് ബെറീസ് പ്രവർത്തിപ്പിച്ചിരുന്ന സംഭരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ യുക്രൈനിയൻ ഡ്രോണുകൾ പതിച്ചു. റഷ്യയുടെ ആഭ്യന്തര വിതരണ സമ്പ്രദായത്തെയും സിവിലിയൻ ലോജിസ്റ്റിക്കിനെയും തകർക്കുക എന്നതായിരുന്നു ഈ ആക്രമണങ്ങളുടെ പ്രധാന ഉദ്ദേശം. റഷ്യൻ തലസ്ഥാനമായ മോസ്കോ മേഖലയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ പതനങ്ങളിൽ കുറഞ്ഞത് 5 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി റഷ്യൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള ഈ ആക്രമണങ്ങൾ റഷ്യൻ ജനവാസ മേഖലകളിലും വലിയ ആശങ്ക ഉണർത്തുന്നുണ്ട്. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് റഷ്യൻ സേന തങ്ങളുടെ വിനാശകരമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ വൻ വ്യോമാക്രമണം അയച്ചുവിട്ടത്. അർദ്ധരാത്രിയിലെ ഇരുട്ടിൽ മുന്നറിയിപ്പില്ലാതെ വന്ന മിസൈലുകൾ നഗരത്തിൽ വിനാശകരമായ നാശനഷ്ടങ്ങളാണ് വിതച്ചത്. കീവിലുണ്ടായ രാത്രികാല ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും കുറഞ്ഞത് 12 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ജനവാസ കേന്ദ്രങ്ങളിലും ബഹുനില കെട്ടിടങ്ങളിലും മിസൈലുകൾ പതിച്ചതിനെ തുടർന്ന് വൻ തീപിടുത്തങ്ങളാണ് നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത്. അർദ്ധരാത്രിയിൽ ഉണ്ടായ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കീവിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി. നിരവധി കെട്ടിടങ്ങളുടെ ജനലുകൾ തകരുകയും വാസസ്ഥലങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്തതോടെ രക്ഷാപ്രവർത്തകർ മിനിറ്റുകൾക്കകം സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. മിസൈൽ വീഴ്ചയിൽ നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് സംഭവിച്ച ഭൗതിക തകർച്ചയ്ക്ക് പുറമെ കീവിൽ അതീവ അപകടകരമായ രീതിയിൽ അമോണിയം വാതക ചോർച്ച ഉണ്ടാകുകയും അത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തിട്ടുണ്ട്. മിസൈൽ പതിച്ചത് ഒരു വ്യവസായ സ്ഥാപനത്തിലുണ്ടായ തകർച്ചയാണ് ഈ വാതക ചോർച്ചയ്ക്ക് കാരണമായത്. അമോണിയ ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് അടുത്തുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളോട് മുൻകരുതൽ പാലിക്കാനും അടച്ചിട്ട മുറികളിൽ തുടരാനും രക്ഷാപ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. വിഷവാതകം അന്തരീക്ഷത്തിൽ പടരുന്നത് തടയാനായി വിതരണ പൈപ്പുകളും ടാങ്കുകളും നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനും കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനും കീവിലെ ദുരന്ത നിവാരണ സേന മണിക്കൂറോളം കഠിനാധ്വാനം ചെയ്യുകയാണ്. പരിക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ചികിത്സ നൽകി വരികയാണ്. യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് പടരുന്നതും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കടുത്ത പ്രഹരങ്ങളും അന്താരാഷ്ട്ര സമൂഹത്തെ വൻ ആശങ്കയിലാക്കുന്നുണ്ട്. സമാധാന ചർച്ചകൾക്ക് സാധ്യതയില്ലാതെ യുദ്ധം കൂടുതൽ ദാരുണമായ ഒരു തലത്തിലേക്ക് മാറുകയാണെന്നാണ് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. വ്യവസായ ശൃംഖലകളും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടതോടെ ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാരായ ജനങ്ങളാണ് ഈ യുദ്ധത്തിന്റെ ക്രൂരമായ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. പ്രതികാര ആക്രമണങ്ങളുടെ പരമ്പര തുടരുമ്പോൾ മേഖലയിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്.